നേതൃത്വം വിഷുവിന് റിലീസിനെത്തിയ 3 മലയാള ചിത്രങ്ങളിൽ ഏത് വിൻ ചെയ്തു, ഏത് പൊളിഞ്ഞു എന്നതിൻ്റെ റിപ്പോർട്ടുമായിട്ടാണ്. മലയാളത്തിൽ 3 ചിത്രങ്ങളാണ് വിഷുവിന് റിലീസ് എത്തിയത്. അതും ഒരേ ദിവസം ക്യാഷ് റിലീസായി എത്തി. 3 ചിത്രങ്ങളും ഗംഭീര റിപ്പോർട്ടാണ് വന്നത്. പക്ഷേ എന്നാലും അതിൽ റിപ്പോർട്ട് വന്നതിൽ ഏറ്റവും ഗംഭീര ചിത്രം ഏതെന്ന് ചോദിച്ചാൽ അത് ആവേശമാണ്. ഫഹദ് ഫാസിലിൻ്റെ അയിഞ്ഞാട്ടമാണ് ചിത്രത്തിൽ കാണുന്നത്. ഫഹദ് ഫാസിൽ ഇപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ 2.25 മണിക്കൂർ നമ്മളെ ചിരിപ്പിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് ആവേശം. രണ്ടാമത്തെ ചിത്രം എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷമാണ്. വർഷങ്ങൾക്ക് ശേഷവും അതുപോലെ തന്നെ ഫീൽ ഗുഡ് മൂവിയാണ്. നല്ലൊരു ഫീൽ ഗുഡ്. അതുപോലെ തന്നെ നിവിൻ പോളി കലക്കമായിട്ട് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഗസ്റ്റ് റോൾ ആണെങ്കിൽ പോലും നിവിൻ പോളിൻ്റെ ക്യാരക്ടർ അതിഗംഭീരമായിട്ട് നിവിൻ പോളി ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രണവ് മോഹൻലാലായാലും അതുപോലെ വിനീത് ശ്രീനിവാസനും അതുപോലെ ഡാൻ ശ്രീനിവാസനും എല്ലാവരും അതിഗംഭീര പെർഫോമൻസ് തന്നെ ചിത്രത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അടുത്ത ചിത്രം എന്ന് പറഞ്ഞ് ജയ് ഗണേഷാണ്. ജയ് ഗണേഷ് ഈ 2 ചിത്രങ്ങളിലും പെട്ടതുകൊണ്ട് 2 ചിത്രങ്ങളുടെ ഇടയിൽ പെട്ടതുകൊണ്ടായിരിക്കാം ചിത്രത്തിന് വലിയ ഐപ്പോ കാര്യങ്ങളും കൊടുക്കാത്തത് കൊണ്ടും ചിത്രത്തിന് വലിയ രീതിയിൽ കളക്ഷൻ വരുന്നില്ല. പക്ഷേ ചിത്രം ഒരു നല്ലൊരു മൂവിയാണ്. മോട്ടിവേഷൻ സ്റ്റോറിയാണ് പറയുന്നത്. കാരണം വികലാംഗനായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന കുറച്ച് പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടാണ് ചിത്രം മുന്നോട്ട് പോകുന്നത്. അതിഗംഭീരമായിട്ടുള്ള സ്റ്റോറി തന്നെയാണെങ്കിൽ പോലും ചിത്രത്തിന് വലിയ രീതിയിൽ ഐപ്പോ ഒന്നുമില്ലാത്തത് കൊണ്ടും ആളുകൾ കയറുന്നില്ല. പിന്നെ ജയ് ഗണേഷ് എന്ന പേര് കൊണ്ടായിരിക്കാം ചിലപ്പം കയറാത്തത്. പക്ഷെ അത് നമുക്കറിയില്ല. പക്ഷേ എന്നാലും ചിത്രം നല്ല മനോഹരമായിട്ടുള്ള ചിത്രം തന്നെയാണ്. അതുപോലെ തന്നെ ഈ വിഷുവിന് വിന്നർ ആരെന്ന് ചോദിച്ചാൽ അത് 2 ചിത്രങ്ങളും വിന്നർ തന്നെയാണ്. പക്ഷെ അതിലും കുറച്ചും കൂടി കളക്ഷൻ കൂടുതൽ കിട്ടുന്നത് ആവേശം എന്ന ഫഹദ് ഫാസിലിൻ്റെ ചിത്രത്തിനാണ്. മറ്റേത് എന്നാൽ എന്നാലും കളക്ഷനിൽ പിന്നോട്ടൊന്നുമില്ല. 10 കോടിക്കത്തെ എടുത്തേറ്റേ കുറവുള്ളൂ. എന്നാലും രണ്ടും മത്സരിച്ചു കൊണ്ടിരിക്കുക. ഇപ്പോൾ തന്നെ മലയാള സിനിമയിൽ ഈ 2 ചിത്രങ്ങളും 50 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ നല്ലൊരു ചിത്രം തന്നെയാണ്. തീർച്ചയായും കാണേണ്ട ഈ 3 ചിത്രങ്ങളും തീർച്ചയായും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. അതിമനോഹരമായിട്ടുള്ള 3 ചിത്രങ്ങളാണ്. 3 രീതിയിലാണ് കഥ പറയുന്നത്. ഒന്ന് നമുക്ക് ഫുൾ ഇരുന്ന് ചിരിക്കാൻ പറ്റുന്ന സിനിമ, ഒന്ന് നമുക്ക് ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. മൂന്നാമത്തെ ചിത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് മോട്ടിവേറ്റ് ആകാൻ പറ്റുന്ന ഒരു ചിത്രമാണ്. അപ്പോൾ തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം ഷെയർ ചെയ്യൂ. താങ്ക് യു.